നമസ്കാരം, ഞാൻ സൗമ്യ. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം സീരീസിന്റെ 7ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഡിവിഡൻഡ് വേഴ്സസ് ഗ്രോത്ത് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്, ഡിവിഡൻഡ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യണോ അതോ ഗ്രോത്ത് ഓപ്ഷൻ ആണോ ബെറ്റർ എന്നുള്ളത്. ഡിവിഡൻഡ് ഓപ്ഷനിൽ ഫണ്ടിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർ ലാഭവിഹിതം ഇടയ്ക്ക് ക്യാഷ് ആയി ലഭിക്കുന്നു. എന്നാൽ ഗ്രോത്ത് ഓപ്ഷനിൽ പ്രോഫിറ്റ് പേ ഔട്ട് ഇല്ല, ആ ഫണ്ടിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഓപ്ഷനിൽ ഇതിന്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ക്യാഷ് ആയിട്ട് ലഭിക്കുന്നു. അതേ സമയത്ത് ഗ്രോത്ത് ഓപ്ഷനിൽ ഈ എമൗണ്ട്, ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്ത് അത് ആ ഫണ്ട് വീണ്ടും ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തിക ഗോളിനെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓപ്ഷണൽ ഇൻകം ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളവരാണ്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ വേണമെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ല, നിങ്ങൾ ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈക്വിറ്റി ഗ്രോ ചെയ്ത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഓപ്ഷൻ ആയിരിക്കും അനുയോജ്യം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ.